ഹായ് ഓൾ, നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബൂട്ട്സ്ട്രാപ്പ് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താണ് ബൂട്ട്സ്ട്രാപ്പ്, അതെങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ, ജസ്റ്റ് സ്റ്റെപ്സ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. First of all, introduction. Bootstrap is an open source and free to use CSS and JavaScript framework which is developed by Twitter's team of designers and developers. അപ്പോൾ ട്വിറ്ററിൻ്റെ ഡിസൈനേഴ്സും ഡെവലപ്പേഴ്സും ഡെവലപ്പ് ചെയ്ത ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രീ ആയിട്ടുള്ള CSS JavaScript ഫ്രെയിംവർക്കാണ് Bootstrap. It is a very popular HTML, CSS and JavaScript framework to design any beautiful responsive website. Famous ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള HTML, CSS, JavaScript ഡിസൈനിങ് ലാംഗ്വേജസ് യൂസ് ചെയ്ത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഈ ഫ്രെയിംവർക്ക് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് വെരി ഈസി ടു ഇൻസ്റ്റാൾ ബൂട്ട്സ്ട്രാപ്പ് ഓൺ വിൻഡോസ്. ജസ്റ്റ് ഡൗൺലോഡ് ദി ബൂട്ട്സ്ട്രാപ്പ്, കമ്പൈൽഡ് CSS ആൻഡ് JavaScript ഫയൽസ് ആൻഡ് ലിങ്ക് ടു ആൻ HTML ഫയൽ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാളേഷൻ പറ്റും. ജസ്റ്റ് കമ്പൈൽഡ് CSS ആൻഡ് JavaScript ഫയൽസ് ഡൗൺലോഡ് ചെയ്യുക, അത് HTML ഫയലായിട്ട് ലിങ്ക് ചെയ്താൽ മതി. What is Bootstrap? Bootstrap is a free front-end framework for faster and easier web development. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഈസിയർ ആയിട്ട് നമുക്ക് വെബ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് ആണ് ബൂട്ട്സ്ട്രാപ്പ്. Bootstrap includes HTML and CSS based design templates for typography, forms, buttons, tables, navigation, etc. അപ്പോൾ നമുക്ക് ബട്ടൺസ്, ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും യൂസിങ് HTML ആൻഡ് CSS. ഈ ഫ്രെയിംവർക്ക് വഴി നമുക്ക് പറ്റും. ആൻഡ് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷണൽ ജാവാസ്ക്രിപ്റ്റ് പ്ലഗിൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ജസ്റ്റ് അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി നമ്മുടെ ആ ഒരു HTML ഫയലിലോട്ട്. ആൻഡ് Bootstrap also gives you the ability to easily create a responsive design. സെയിം തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബൂട്ട്സ്ട്രാപ്പ് ഫ്രെയിംവർക്ക് വെച്ചിട്ട് വെബ്സൈറ്റ്സ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ബൂട്ട്സ്ട്രാപ്പ്, ഈസി ടു യൂസ് ആണ്. നമുക്ക് ബേസിക് നോളജ് ഓഫ് HTML ആൻഡ് CSS ഉണ്ടെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. റെസ്പോൺസീവ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോം ഫ്രണ്ട്ലി ആണ്. മീൻസ് ഫോൺസ്, ടാബ്ലറ്റ്സ്, ഡെസ്ക്ടോപ്പ് അങ്ങനത്തെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് മൊബൈൽ ഫസ്റ്റ് അപ്രോച്ച് ഇൻ ബൂട്ട്സ്ട്രാപ്പ്, മൊബൈൽ ഫസ്റ്റ് സ്റ്റൈൽ ആർ പാർട്ട് ഓഫ് ദി കോർ ഫ്രെയിംവർക്ക്. ബൂട്ട്സ്ട്രാപ്പ് ബ്രൗസർ കോമ്പാറ്റബിൾ ആണ്. മീൻസ് മോഡേൺ ബ്രൗസേഴ്സ് ലൈക്ക് ക്രോം, ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 10+ അങ്ങനത്തെ ബ്രൗസേഴ്സിലൊക്കെ കോമ്പാറ്റബിൾ ആണ് ബൂട്ട്സ്ട്രാപ്പ്. ദെൻ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് രണ്ട് രീതിയിലാണ് ഇൻസ്റ്റാളേഷൻ ഉള്ളത്. ഒന്ന് ഓഫ്ലൈൻ ആയിട്ട്, അത് CDN യൂസ് ചെയ്തും, ഓൺലൈൻ ആയിട്ട് getbootstrap.com സൈറ്റിൽ പോയിട്ട് ബൂട്ട്സ്ട്രാപ്പ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷന് വേണ്ടി ബ്രൗസർ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ക്രോം, മോസില്ല, സഫാരി, ഒപ്പേറ ഏത് വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈറ്റിന്റെ നെയിം getbootstrap.com ആണ്. അപ്പോൾ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിന്റെ വെബ്സൈറ്റ് ആണിത്. അപ്പോൾ ഇവിടെ രണ്ട് ബട്ടൺസ് ഉണ്ട്, നമുക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ കറണ്ട് വേർഷൻ പറയുന്നുണ്ട്. v5.0.1 ആണ് ഇപ്പോഴത്തെ കറണ്ട് വേർഷൻ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ദാണ്ട് CDN, വിയാസ്, JS, ഡെലിവർ, ഇതാണ് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സ്. ആൻഡ് നമുക്ക് സോഴ്സ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് കമ്പൈൽഡ് CSS ആൻഡ് JS, ഇതാണ് നമ്മുടെ മെയിൻ ഫയൽ. അപ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഓക്കെ, ഡൗൺലോഡ്സ് വന്നതാണ്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ സിപ്പ് ഫയൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ എക്സ്ട്രാക്ട് ഹിയർ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഞാനിവിടെ ഡൗൺലോഡിൽ തന്നെ ഇട്ടാണ് എക്സ്ട്രാക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലോ നിങ്ങളുടെ ഡ്രൈവ്, CD എവിടെ വേണേലും കൊണ്ടുപോയി എക്സ്ട്രാക്ട് ചെയ്യാം. ഇവിടുന്ന് ജസ്റ്റ് ആ സിപ്പ് ഫയൽ കട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് അവിടെ എക്സ്ട്രാക്ട് ചെയ്താൽ മതി. ഞാൻ ഇവിടെ തന്നെ ഇട്ട് നമ്മുടെ ഡൗൺലോഡ്സിൽ തന്നെ ഇട്ടങ്ങ് എക്സ്ട്രാക്ട് ചെയ്തു. ആൻഡ് ഇനി ഈ സിപ്പ് ഫയലിന്റെ യൂസ് ഇല്ല, അപ്പോൾ നമുക്ക് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ദെൻ ഈ ഫോൾഡറിൽ കയറുക. നമുക്ക് CSS ഫയൽ ഫോൾഡറും ഉണ്ട്, JS ഫോൾഡറും ഉണ്ട്. അപ്പോൾ CSS ഫോൾഡറിനകത്ത് bootstrap.me, ഇതാണ് മിനിഫൈഡ് വെർഷൻ ബൂട്ട്സ്ട്രാപ്പിന്റെ. അപ്പോൾ ഇത് മിനിഫൈഡ് വെർഷൻ ആണ്. ആൻഡ് ഇതാണ് ബ്യൂട്ടിഫൈഡ് വെർഷൻ ആണ്.
ഇത് ബ്യൂട്ടിഫൈഡ്, ഇത് മിനിഫൈഡ്, ഇത് ബ്യൂട്ടിഫൈഡ്, ഇത് മിനിഫൈഡ്, ഇത് ബ്യൂട്ടിഫൈഡ് വെർഷൻ ആണ്. ഓക്കെ, ആൻഡ് ഇത് വേറെ ഒന്നിൻ്റെ നമുക്ക് ഈ ഫോൾഡേഴ്സിന്റെ ഒന്നും ഈ ഫയൽസിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതും ഡിലീറ്റ് ചെയ്ത് കളയാം, നമുക്ക് അതിന്റെ യൂസ് ഇല്ല. ആൻഡ് JS, ഇതാണ് JSൻ്റെത്. അപ്പൊ JSന്റെ മിനിഫൈഡ് വെർഷൻ ഉണ്ട്, JSന്റെ മിനിഫൈഡ് ഇതാണ്ട്, JSന്റെ മിനിഫൈഡും ഉണ്ട്, ബ്യൂട്ടിഫൈഡ് വെർഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യാം. ഇനി മറ്റേതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതിന്റെ മുന്നേ കിടന്ന ഒരു ഫയലാണ്, അപ്പോൾ ഇത് നമുക്കിനി വേണ്ട, ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ JSഉം CSSഉം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു HTML ഫയലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എടുത്തു, അതിന് സേവേഴ്സ് ഒരു നെയിം കൊടുക്കാം, index.html. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാവുന്നതേ ഉള്ളൂ. index.html സേവ്. ഓക്കെ, ആൻഡ് നമ്മുടെ HTML ഫയൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതപ്പോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക്, ഞാനിവിടെ സബ്ലൈം ആണ് ഞാൻ എഡിറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സബ്ലൈം എടുത്തു, ആൻഡ് ഞാനിപ്പോൾ ഇവിടെ ഇവിടെ ആണ് നമ്മുടെ HTML കോഡ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വേറൊരു HTML വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ വീണ്ടും ഒരു HTML ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കോഡ് എഴുതണം. എന്നിട്ട് കുറച്ച് സ്റ്റെപ്സ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വേറൊരെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും പേസ്റ്റ് ചെയ്യേണ്ടി വരും. ദെൻ ബോഡിക്കകത്തായിരിക്കും നമ്മുടെ വെബ്സൈറ്റിന് വേണ്ട കോഡ്സ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് കോഡ്സ് എഴുതും. അത് നമ്മളിപ്പോൾ JS CSS ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയ, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഈ രണ്ട് ഫയൽസുമായിട്ട് നമുക്ക് ഈ HTMLനെ ലിങ്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കോഡ്സ് എഴുതും. അത് ഇനി റിപ്പീറ്റ് ചെയ്ത് തന്നെ വേറൊരെണ്ണം ചെയ്യുമ്പോൾ പേസ്റ്റ് ചെയ്യുക. ബാക്കി ബോഡിക്കകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് HTML then ക്ലോസ് HTML. ഇതിനകത്ത് നമ്മൾ ഹെഡും ക്ലോസ് ചെയ്തു. ദെൻ ടൈറ്റിൽ വേണം. ടൈറ്റില് ഓക്കെ, ഈ ഹെഡ് ടൈറ്റിലിനകത്ത് കൊടുക്കാം നമുക്ക്. ദെൻ നമ്മുടെ ബോഡി അപ്പോൾ ഇതാണ് നമ്മുടെ HTML ഫയലിന്റെ ഫസ്റ്റ് ഒരു സ്കെൽറ്റൻ പോലെ. ഇതാണ് നമ്മുടെ HTML ഫയലിന്റെ ഫസ്റ്റ്. ജസ്റ്റ് ഒന്ന് നമ്മുടെ കോഡ്സ് ഒക്കെ നമുക്ക് വേണ്ട എല്ലാം ടൈപ്പ് ചെയ്ത് ദെൻ നമുക്കിനി ഇതിനകത്ത് നമുക്ക് JSഉം CSS ലിങ്ക് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ലിങ്ക് ഈ ഇത്രയും ടൈപ്പ് ചെയ്യുക. ലിങ്ക് REL സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ടെക്സ്റ്റ് /CSS. ഈ hrefനകത്താണ് നമ്മൾ ലിങ്ക് ചെയ്യേണ്ട ഫോൾഡറിന്റെ നെയിം ലൊക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ CSS ഫോൾഡറിലാണ്, നമ്മളിപ്പോ CSS ഫയലാണ് നമ്മളിപ്പോ ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ CSS ആ ഫോൾഡറിലാണ് കിടക്കുന്ന നമുക്ക് മിനിഫൈഡ് ആയിട്ടുള്ള bootstrap.minified ആണ് നമുക്കിപ്പോ ഇവിടെ ലിങ്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ നെയിം ഒന്ന് ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തു. ദെൻ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്ത് .css ആണ് ഫോർമാറ്റ്. അപ്പോൾ നമ്മുടെ CSS ഫോൾഡറിൽ കിടക്കുന്ന bootstrap.min.css നമ്മളിപ്പോൾ ലിങ്ക് ചെയ്തു. ദെൻ നമുക്ക് JS ലിങ്ക് ചെയ്യണം. അതിനു വേണ്ടി സ്ക്രിപ്റ്റ് ടൈപ്പ് ടെക്സ്റ്റ്/ജാവാസ്ക്രിപ്റ്റ്. ഈ ടെക്സ്റ്റ്/ജാവാസ്ക്രിപ്റ്റിന്റെ സ്പേസിൽ നമുക്ക് ഈ പ്ലേസിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് JS ലൊക്കേഷൻ കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഇവിടെ JS ഫോൾഡറിനകത്ത്
ഇവിടെ ടൈപ്പ് അല്ല കേട്ടോ, ഇവിടെ SRC ആണ്. ഓക്കെ, JS/ബൂട്ട്സ്ട്രാപ്പ് നമ്മുടെ മിനിഫൈഡ് വേർഷൻ എടുക്കണം. അപ്പൊ JS എടുക്കുക, എന്നിട്ട് മിനിഫൈഡ് ഈ കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ ഫയലിന്റെ ഫോർമാറ്റ് JS ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമായി. ഇതിപ്പോ നമ്മൾ JS-ഉം സ്റ്റൈല് നമ്മുടെ CSS ഇപ്പോൾ ലിങ്ക്ഡ് ആണ്, പക്ഷെ JS-ന് ഒരു പ്രോബ്ലം ഉണ്ട്. ഈ JS എന്ന് പറയുന്നത് jQuery ബേസ്ഡ് ആണ്. അപ്പൊ നമ്മൾ jQuery ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതും ഈ JS സ്ക്രിപ്റ്റിന് മേളിലായിട്ട് വേണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി നമുക്ക് jQueryയുടെ കുറച്ച് കമാൻഡ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആ സൈറ്റിൽ പോയിട്ട് jQueryയുടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ അത് കോപ്പി ചെയ്ത് ഇവിടോട്ട് പേസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് jQueryയുടെ സൈറ്റിലോട്ട് പോവാം. അതിനു വേണ്ടി ഒരു പുതിയ ടാബ് എടുത്തു. എന്നിട്ട് സൈറ്റിന്റെ നെയിം code.jQuery.com ആണ്. എന്നിട്ട് ഫസ്റ്റ് ലിങ്കിൽ കയറുക. ഇതല്ല, ഈ ലിങ്ക് അല്ല, jQuery CDN കണ്ടോ, ഈ സൈറ്റിൽ കയറുക. ഇതാണ് jQueryയുടെ വെബ്സൈറ്റ്. അപ്പൊ ഇവിടെ 3.x ഇതാണ് നമ്മുടെ ന്യൂ വേർഷൻ, ഇതാണ്. അപ്പൊ ഇതിനകത്ത് ഈ മിനിഫൈഡ് വേർഷന്റെ ഈ കോഡ്സ് കണ്ടോ, ഈ കോഡ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതാണ് കോപ്പി ചെയ്യേണ്ടത്. അപ്പൊ അത് കോപ്പി ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പൊ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, പേസ്റ്റ് ആയി. നമുക്കിപ്പോ ഇതിന്റെ ഇത്രേന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് അതിന്റെ ആവശ്യമില്ല. സോറി, ഇത്രേന്റെ ആവശ്യമില്ല. അപ്പൊ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ jQueryയിലെ ലേറ്റസ്റ്റ് വേർഷൻ 3.6.0 ഇതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്തു. ആൻഡ് ഇതൊന്ന് സേവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിനിപ്പോൾ വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ഇപ്പൊ നമ്മൾ CSS ഫയൽ ഇൻക്ലൂഡ് ചെയ്തു, jQuery CDN ഇൻക്ലൂഡ് ചെയ്തു, ആൻഡ് JS നമ്മൾ ബൂട്ട്സ്ട്രാപ്പുമായിട്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബൂട്ട്സ്ട്രാപ്പ് അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ സേവ് ചെയ്തു നമ്മൾ. ആൻഡ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം അതിനു വേണ്ടി നമുക്ക് എടുക്കുക. ഡൗൺലോഡ്സിലല്ലേ ഞാനത് ഇട്ടത്. ഓക്കെ, ഇൻഡെക്സ് ചെയ്തൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ബൂട്ട്സ്ട്രാപ്പ് വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത കോഡ്സ് ഒക്കെ അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് ഒരുമാതിരി നമ്മുടെ എല്ലാ ഇൻസ്റ്റാളേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സൈറ്റിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ബോഡിക്കകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബോഡിക്കകത്ത് നമുക്ക് ഹലോ ബൂട്ട്സ്ട്രാപ്പ്, ഓക്കെ ബൂട്ട്സ്ട്രാപ്പ്, ഹലോ ബൂട്ട്സ്ട്രാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് സേവ് ചെയ്യുക. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹലോ ബൂട്ട്സ്ട്രാപ്പ് വന്നു. അപ്പോൾ ഇതാണ് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ടൈറ്റിലിന്റെ അടുത്ത് നമുക്ക് ഇവിടെ നെയിം കൊടുത്താൽ മതി. അപ്പോൾ അത് സെറ്റ് ആവും, കറക്റ്റ് ആയിട്ട് അതും വർക്ക് ആവും. അതാണ് ഇവിടെ നെയിം ഇങ്ങനെ വന്നത്. എന്നിട്ട് നമുക്കപ്പോ ആ ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഈ ടൈറ്റിൽ ഇവിടെ അല്ലായിരുന്നു ടൈപ്പ് ചെയ്യേണ്ടത്, അതാണ് അവിടെ ഇത് ഇത്രയും ടൈറ്റിലായിട്ട് വന്നത്. അപ്പൊ ഇവിടെയാണ് ടൈറ്റിൽ സത്യത്തിൽ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ ടൈറ്റിലായിട്ട് ബൂട്ട്സ്ട്രാപ്പ് വരും. ഓക്കെ, ദെൻ ഇത് ജസ്റ്റ് കട്ടായിട്ടിരിക്കുവാണ് തോന്നുന്നു. അല്ല കട്ടൊന്നുമല്ല. ഓക്കെ, ദെൻ നമ്മളിപ്പോ ഇതൊന്ന് ജസ്റ്റ് സേവ് ചെയ്യുക.
നമ്മളിത് ജസ്റ്റ് ഹലോ ബൂട്ട്സ്ട്രാപ്പ് എന്ന് മാത്രം ടൈപ്പ് ചെയ്തുള്ള ഒരു സൈറ്റാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. നമ്മുടെ സൈറ്റിൽ പോവുക, നമ്മുടെ ഡൗൺലോഡ്സ് എടുക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത സൈറ്റ്, അതിനകത്ത് ഡോക്സ് ഉണ്ട്. ഡോക്സിനകത്ത് അതിൻ്റെ ഒരുപാട് നമുക്ക് പ്ലഗിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫോംസ് ഉണ്ട്, ലേഔട്ട് ഉണ്ട്, ആൻഡ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് കോഡ്സ് ഇവിടെ ഉണ്ട്, നമ്മൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. കസ്റ്റമൈസ്, ലേഔട്ട്, കണ്ടന്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ടൈപ്പോഗ്രഫി ഒക്കെ ഉണ്ട്. ഫോംസിനകത്തുണ്ട് ഒരുപാട്, ലേഔട്ട് ഒക്കെ ഉണ്ട്. കോമ്പോണൻസിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ബട്ടൺസ് നോക്കാം. ബട്ടൺസിനകത്ത് താണ്ടെ ഇത്രയും ബട്ടൺസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ കോഡ് എഴുതണ്ട, ഇവിടെ താണ്ടെ കോഡ് അവൈലബിൾ ആണ്. ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രം, ജസ്റ്റ് കോപ്പി ചെയ്യുക. നമ്മുടെ കോഡ് എടുത്ത് ഈ പ്ലേസിൽ, ഒന്നെങ്കിൽ ഇത് ഇവിടെ കിടന്നോട്ടെ, സാരമൊന്നുമില്ല, നോട്ട് എ പ്രോബ്ലം. ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ കോഡ് ഇതാണ്. ദെൻ ഇതൊന്നുകൂടി സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്യുമ്പോൾ അത് സേവ്ഡ് ആയി. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഡൗൺലോഡ്സ് എടുത്തിട്ട് അതൊന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ HTML ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ index.html ഫയൽ റൺ ആക്കിയപ്പോൾ ബട്ടൺസ് എല്ലാം വിസിബിൾ ആയി. നമ്മൾ എഴുതിയ കോഡ് റണ്ണായിട്ട് ഓപ്പൺ ചെയ്തു. ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്തപ്പോൾ ബട്ടൺസ് എല്ലാം വിസിബിൾ ആയി. ആൻഡ് ഇവിടെ ഒരു ലിങ്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബട്ടൺസ് എല്ലാം വിസിബിൾ ആണ്. ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയ ഫോമും കൂടി വല്ലതും ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എറർ പോലെ കാണിക്കുന്നത് ഇത് ക്ലോസ് ചെയ്യാൻ തന്നെയാണ്. സ്ക്രിപ്റ്റിന്റെ ഇവിടെ ക്ലോസ് ചെയ്തില്ലായിരുന്നു, അതിന്റെ എറർ വെച്ച്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ ബട്ടന്റെ താഴെയായിട്ട് ഒരു ഫോമും കൂടി നോക്കാം. അതിന് ബ്രൗസർ എടുക്കുക. ആൻഡ് നമ്മുടെ സൈറ്റ്, ബൂട്ട്സ്ട്രാപ്പിന്റെ സൈറ്റ് ആണ് ഫസ്റ്റ് ലിങ്ക്. ഓക്കെ, ഡോക്സ് എടുത്ത് ഫോമിനകത്തുനിന്ന് ഒരു കൊച്ചൊരു ഫോം നോക്കാം. ഓക്കെ, ഫോമിനകത്ത് ചെറിയ ഫോം, അതാണ്ട് ഈ ഒരു കൊച്ചൊരു ഫോം നോക്കാം. ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പീഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊണ്ടുവന്നത് പേസ്റ്റ് ചെയ്യുക കോഡ്. ഓക്കെ, പേസ്റ്റ് ആയി. ഇനി ഇതൊന്ന് സേവ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതൊന്ന് റീഫ്രഷ് ചെയ്യുക. അതാണ് നമ്മുടെ ഫോം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൽ ID ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇതൊരു ജസ്റ്റ് ഒരു ഏരിയ, ഒരു ഇത്തിരി വേർഡ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടെക്സ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് നോളജ്, CSSന്റെ HTMLന്റെയും ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാളേഷനും വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ ഇൻസ്റ്റാളേഷൻ. താങ്ക് യു.